Hi, this is Ansar എൻ്റെ പേര് സുബിൻ. and co-founders of Restart Fitness. അറൌണ്ട് 40-45 ഇയേഴ്സിൻ്റെ ഇപ്പോൾ കമ്പൈൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. അതെ അപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര അഗേൻസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇച്ചിരി സ്റ്റിൽ റിമെമ്പർ. അപ്പോൾ അന്ന് ഫാദർ ചോദിക്കായിരുന്നു കഞ്ഞി കുടിച്ചു പോകാൻ പറ്റുമെന്ന് ചോദിക്കും. ഇവിടെ കാറ്ററിംഗ് സർവീസ് അങ്ങനെയുള്ളതിനൊക്കെ പോയി. അൺടിൽ ഐ സോ പീപ്പിൾ ഡൂയിങ് ഇറ്റ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ബെഡ് സ്പേസിലൊക്കെ താമസിക്കുമ്പോൾ ഐ ഹാഡ് എ ഫ്രണ്ട്, ഐ ഹാഡ് എ റൂംമേറ്റ്. And we have 5 branches together, like, you know, as a restart. God's grace. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു രീതിയാണ്, ലൈക്ക് ദേ ഡോണ്ട് ബിലീവ് ഇൻ ഒരു ഫിറ്റ്നസ് ഒരു പ്രൊഫഷൻ ആയിട്ട്. സോ ദാറ്റ്സ് ഹൗ, അങ്ങനെയാണ് എൻ്റെ മൈൻഡിലേക്ക് ഇത് വരുന്നത്. ഐ ഡിഡ്ന്റ് നോ, അത്രയ്ക്ക് അൺഅവയർനെസ് ആണ്. വൺസ് ഐ ന്യൂ ഇറ്റ്, ഐ നോ ഐ ഹാഡ് ടു ഡു ഇറ്റ്. ദിസ് ഇസ് ഇറ്റ്. അത് ഹായ്, ദിസ് ഇസ് അൻസാർ. എൻ്റെ പേര് സുബിൻ. നമ്മൾ ദുബായിലെ പേഴ്സണൽ ട്രെയിനേഴ്സ് ആണ് ആൻഡ് co-founders ഓഫ് റീസ്റ്റാർട്ട് ഫിറ്റ്നസ്. അതെ, ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, ചിയേഴ്സ് ടു ദാറ്റ്. ഞങ്ങളിവിടെ ആസ് എ പേഴ്സണൽ ട്രെയിനേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ ശരിക്കും ജിമ്മ് ജോയിൻ ചെയ്തത് 2001 ആണ്. ദിസ് ഇസ് 2024. സോ അറൌണ്ട് 23 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ആൻഡ് ദിസ് ഇസ് മൈ ഫ്രണ്ട് ആൻഡ് പാർട്ട്ണർ Ansar. Hi. How many years of experience you have, Ansar? Almost 12 years in Dubai. Okay. And back home നമുക്കൊരു 7-8 വർഷത്തെ. So you can say around 25. Yes. So 25 and 20, like around 40-45 years into a combined experience ഉള്ള ആൾക്കാർ. അതെ. Okay, so I know you like since so many years now. We have been working for the same company. So നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്, you know, I just want you to self introduce yourself. Okay. എങ്ങനെയാണ് അൻസാർ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? You know, what inspired you and you know, what comes along with you. Okay. When you say 25 years of experience, എന്താണ് താങ്കൾക്ക്, you know, like how did you start? I would like to know. Actually, like, they would like to know. Okay, actually എൻ്റെ അങ്കിൾ ഒരു ഫിറ്റ്നസ് ഒരു enthusiastic ആയിട്ടുള്ള ഒരാളായിരുന്നു. ഭയങ്കര മാർഷൽ ആർട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൻഡ് ജിം ഗോയിങ് പേഴ്സൺ. സോ ഐ യൂസ് ടു വാച്ച് ഹിം ഫ്രം മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ ആളുടെ ഒരു മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ജിമ്മിലൊക്കെ പോയി തുടങ്ങുന്നത്. ബട്ട് ദെൻ ലൈറ്റർ ഓൺ, ലൈക്ക്, യു നോ, ലൈക്ക് ആസ് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു രീതിയാണ്, ലൈക്ക് ദേ ഡോണ്ട് ബിലീവ് ഇൻ ഒരു ഫിറ്റ്നസ് ഒരു പ്രൊഫഷനായിട്ട്. സ്റ്റിൽ ഡോണ്ട് ഡു. യെസ്. ആൻഡ് നമ്മളന്ന് ജിമ്മിൽ ഫസ്റ്റ് ജോയിൻ ചെയ്ത് 14 years. When I was 14, I joined in the gym. Like ഒരു 9th സ്റ്റാൻഡേർഡിലൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര അഗേൻസ്റ്റ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ അവിടെ നിന്നൊക്കെ ക്യാഷൊക്കെ അറേഞ്ച് ചെയ്ത്, ലൈക്ക് കാറ്ററിംഗ് സർവീസ് അങ്ങനെയുള്ളതിനൊക്കെ പോയി ക്യാഷ് ഫണ്ട് കണ്ടെത്തി ജിമ്മിൽ പോയി. ദെൻ ദ ഫസ്റ്റ് ഒരു 1 year കഴിഞ്ഞപ്പോഴേക്കും നമ്മളത്തേക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഇൻ ട്രെയിനിങ്ങിലും എല്ലാത്തിലും കുറച്ചും കൂടെ ഒരു എക്സ്പേർട്ടായി എന്ന് കണ്ടുപോകും. നമ്മൾ ആശാൻ തന്നെ അന്ന് അവിടെ ജിമ്മിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി എന്നെ ഏൽപ്പിച്ചിരുന്നു. അവിടെ നിന്നാണ് ഒരു കോൺഫിഡൻസ് കിട്ടിയത്. നമുക്കൊരു ടീച്ചിങ്, ഇറ്റ്സ് മോർ ഓവർ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആ ടീച്ചിങ്ങിൽ ഒരു എൻജോയ്മെൻറ്റ് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മളൊരു ഫിറ്റ്നസ് ഒരു പ്രൊഫഷനായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയത്. ലൈക്ക് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു, ബട്ട് ബോഡി ബിൽഡിംഗ് ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. ഐ ബിലീവ്, ലൈക്ക്, യു നോ, അത് നമ്മൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ട് ഒരു കോമ്പറ്റീറ്റർ ആണെന്ന് കരുതിയിട്ട് നമുക്ക് നിർബന്ധമില്ല നമുക്ക് നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനർ ആവണം എന്നുള്ളത്, അല്ലെങ്കിൽ ആവാൻ പറ്റും എന്നുള്ളത്. സോ ടീച്ചിങ് ഈസ് എൻ്റർലി നമ്മൾ ആ ഒരു മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതും അവർക്ക് അഡ്വൈസ് ചെയ്യുന്നതും അവരെ എൻകറേജ് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മിക്ക ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണത്. ഇഫ് ഐ ഡിഡ് എ കോമ്പറ്റീഷൻ ദാറ്റ് മീൻസ് ഐ എം എ ട്രെയിനർ ഫ്രം ടുമോറോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈവൻ ഐ തിങ്ക് ലോങ് ബിഫോർ, ഒരു 10 years ബിഫോർ ഒക്കെ ദുബായിലോട്ട് വരുമ്പോൾ വല്ല കോമ്പറ്റീഷൻ ഇറങ്ങിയ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അത് കയ്യിൽ വെച്ചിട്ട് ദുബായിൽ പോവാന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ ഒരു ബോഡി ബിൽഡിംഗ് ചെയ്യണം എന്നില്ല. ബട്ട് ലൈക്ക്, യു നോ, ഇഫ് യു ഹാവ് എ പ്രോപ്പർ കോഴ്സ് ഓർ എ പേഴ്സണൽ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ, ദാറ്റ്സ് മേക്സ് മോർ വാല്യൂ. കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്തു. എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ്റെ ഭാഗമായിട്ടായിരുന്നു. ലൈക്ക് ഐ ഡിഡ് വൺ ഓഫ് ദ കോഴ്സ്, ലൈക്ക് എൻ ഓൺലൈൻ കോഴ്സ്. ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് എ ഡയറക്റ്റ് കോഴ്സ് ഇൻ ഇന്ത്യ. അത് ചെയ്തിട്ട് പിന്നീട് ദുബായിലോട്ട് വന്നു. ഒബ്വിയസ്ലി നമ്മളൊരു നല്ലൊരു കമ്പനിയിൽ ബോത്ത് ടുഗെദർ വി വർക്ക്ഡ് ഓൾമോസ്റ്റ് ഒരു 3 years. Then I was like working as a consultant for some time. And then obviously 2020 നമ്മൾ നമ്മുടെ ജിം സ്റ്റാർട്ട് ചെയ്തു. From there we are here now. Great to hear that once again. Yes. നമ്മുടെ എക്സ്പീരിയൻസ് എത്ര ഷെയർ ചെയ്താലും, you know, like we should keep reminding from where. Yes. Actually, അത് നല്ലൊരു ജേണിയാണ്. ഈ ജേണിയിൽ നമ്മൾ ആക്ച്വലി നമ്മുടെ പാരൻസ് ഒന്നും ബിലീവ് ചെയ്തിട്ടുണ്ടാവില്ല. ആക്ച്വലി ഐ still remember my father used to ask me, മോനെ നല്ല ഇത് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, MBA ചെയ്തൂടെ,
അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ്, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു അവരുടെ ഒരു ഓഫീസ് ജോബ്. ബട്ട് നമ്മളതൊരു പാഷൻ ഉള്ളത് കൊണ്ടും പ്ലസ് ഐ ഗോട്ട് ടു നോ ദാറ്റ് ഐ ക്യാൻ work, like I can be a good trainer, I can be a good coach, and I was able to see കുറച്ചും കൂടെ ഒരു ഗ്രോത്ത് കാണാൻ പറ്റിയിരുന്നു. ബട്ട് they won't understand, like you know. അപ്പം അന്ന് ഫാദർ ചോദിക്കായിരുന്നു കഞ്ഞി കുടിച്ചു പോകാൻ പറ്റുമെന്ന് ചോദിക്കും. വിളിച്ചിട്ട് സ്റ്റിൽ റിമെമ്പർ, ആളിവിടുത്തെ അബുദാബിയിലായിരുന്നു, വിളിച്ച് ചോദിച്ചിരുന്നു കഞ്ഞി കുടിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളത്. They didn't know actually, yeah, to be very honest, yeah. So അങ്ങനെയുള്ളൊരു ജേണിയാണ് ഇതാ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. And we have 5 branches together, like you know, as a restart. God's grace, yeah, thank God, alhamdulillah. So Subin sir, I know you of course, but നമ്മളെ ആൾക്കാർക്ക് കാണുന്ന നമ്മളെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു ജേണി, ലൈക്ക് താങ്കളുടെ ഒരു ഫിറ്റ്നസ് ജേണി എവിടെ നിന്ന് തുടങ്ങി? ഓക്കെ, സി ഐ തിങ്ക് ഇറ്റ്സ് എ സിമിലർ സ്റ്റോറി. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ഓൾ സ്റ്റാർട്ട് ഫ്രം യുവർ ചൈൽഡ്ഹുഡ്. ഇപ്പം നമ്മൾ ടി വിയിൽ, ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ വളർന്നൊരു കിഡായിരുന്നു. ഒബിയസ്ലി ജോലിയുടെ ഒരു അതുകൊണ്ട് അച്ഛനും അമ്മയും അവിടെ പോയി. അവിടെ അപ്പോൾ അവിടുത്തെ ഒരു ഹീറോ സങ്കല്പം സൽമാൻ ഖാൻ, സണ്ണി ദേവൽ അവരെയൊക്കെ കണ്ട് ഒബിയസ്ലി ആസ് എ കിഡ് ഐ വാസ് എ സ്കിന്നി കിഡ്. അപ്പം ബോഡി ഉണ്ടാക്കണം, ജിമ്മിൽ പോകണം. ഇപ്പം ഈ അയലത്തെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പോയിട്ട് ലൈക്ക് ദേ ബിൽഡ് ഫിസിക്, അപ്പോൾ അവരുടെ പിന്നാലെ പോയിട്ട് ചോദിക്കുക എങ്ങനെയാണ് ടിപ്സ് ചോദിക്കുക. അപ്പോൾ അത് വീട്ടിൽ ജിമ്മിൽ പോകുന്ന പറയുമ്പോഴത്തേക്ക് ദേ യൂസ് ടു ഒബിയസ്ലി നമ്മുടെ ഇന്ത്യൻ മെൻറ്റാലിറ്റി അല്ലേ. അപ്പം എന്നോട് പറഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജിമ്മിൽ വിടാം. അങ്ങനെ 10 കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. അപ്പം ഹരിപ്പാട് ബ്രദേഴ്സ് ജിമ്മിൽ ആശാൻ്റെ കൂടെ ജോയിൻ ചെയ്തു. 2001 ജോയിൻ ചെയ്തു. അവിടുന്ന് പിന്നീട് ജേർണി കണ്ടിന്യൂ ചെയ്തു. കോമ്പറ്റീഷൻസ് ഒക്കെ പ്ലേ ചെയ്ത് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ ചെയ്ത്. ദെൻ ഇൻ 2011 ഐ കെയിം ടു Dubai. Okay. And then as you said, then we worked for the same company, did the certification and all. And before that I used to work like in bank and telecom. I heard that, like I know you very well, like, and താങ്കളൊരു ബാങ്ക് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു അല്ലേ? അപ്പൊ അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു ഫിറ്റ്നസ്സിലോട്ട്, അതല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഫിറ്റ്നസ് ഒരു പാഷൻ ഉണ്ടായിരുന്നു, ബട്ട് ദെൻ ഐ തിങ്ക് യു ബിക്കം ലൈക്ക് ഡൺ വിത്ത് യുവർ MBA, you started working with the bank. After moving to Dubai also you were working in a sales company. See, I didn't knew that a career is, a person trainer എന്ന് പറഞ്ഞൊരു ഫുൾ ഫ്ലെഡ്ജ് കരിയർ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ദുബായ് വന്നിട്ടാണ്. ഓക്കെ. Until I saw people doing it. Like when നമ്മൾ ബെഡ് സ്പേസിലൊക്കെ താമസിക്കുമ്പോൾ I had a roommate. Okay. He's not my friend. So I saw him, like he was a yoga instructor. Okay. So I saw him like going to this, there's a big gym over here. അവിടെ പോകുന്നു, യോഗ ടീച്ച് ചെയ്യുന്നു. അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ നമ്മൾ ക്യൂരിയസ് ആവും, ലൈക്ക് സെയിം ഇൻഡസ്ട്രി. അപ്പം എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ then he like educated me, like there are personal trainers, like why don't you be a personal trainer, why don't you try, you can do. So that's how അങ്ങനെയാണ് എൻ്റെ മൈൻഡിലേക്ക് ഇത് വരുന്നത്. I didn't know, അത്രയ്ക്ക് അൺഅവയർനെസ് ആണ്. അറ്റ്ലീസ്റ്റ് ഓക്കെ നൗ ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോഴത്തെ യൂത്തിനൊക്കെ കുറച്ചൊക്കെ അറിയാം പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണം, സർട്ടിഫിക്കേഷൻ. ബട്ട് ഡ്യൂറിങ് അറ്റ് ദാറ്റ് ടൈം ലൈക്ക് ആസ് യു സെഡ് ലൈക്ക് 12-13 years ago അങ്ങനെ ഒരു അവയർനെസ് കുറവായിരുന്നു. അപ്പോൾ ദുബായിൽ വന്നിട്ടാണ് ശരിക്കും സർട്ടിഫിക്കേഷൻ ചെയ്തതും ഇങ്ങനെ ഒരു കരിയർ ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞിട്ട് once I knew it, I know I had to do it. This is it. അത് for sure ആയിരുന്നു. Then I like from that day I am like full time personal trainer. Okay. അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തു actually. And then you got the job and ഒരു international company where we were like a commercial company. Like it's one of the biggest like the largest gym in the world. Yes. And thank God നമ്മളവിടെ വർക്ക് ചെയ്തു ഒരേ ടൈമിൽ. വി ഡോണ്ട് നോ ഈച്ച് അതർ. നമ്മൾ രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നില്ല, വേറെ ബ്രാഞ്ചിലായിരുന്നു. And we performed well, and നമ്മൾ I think we met in the certification, like ഒരു അവാർഡ് ഫംഗ്ഷനിലൊക്കെ ആയിരുന്നു തോന്നുന്നു അല്ലേ? Like we got to know each other, and you were winning one month and I was winning on the next month. That has to be there, no? Yes. It's called a healthy competition. അതെ. That's how we got to know, like for some people they don't know, like how നമ്മൾ എവിടെ നിന്ന് മീറ്റ് ചെയ്തു, രണ്ട് പാർട്ട്നേഴ്സ് ഇൻ ദ സെയിം this one എങ്ങനെ മീറ്റ് ചെയ്തു, എങ്ങനെ അത് ഉൾക്കൊണ്ടു എന്നുള്ളത്. എനിവേ വർക്കിംഗ് ഫോർ ദ സെയിം ഗോൾ ആൻഡ് സെയിം വിഷൻ, ഓൾമോസ്റ്റ് സിമിലർ മൈൻഡ് സെറ്റ്. Exactly. Okay, so like once we are done with the self introduction, so like
ടു കട്ട് ഷോർട്ട് ഓക്കെ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ അപ്പോൾ അവർ വെറുതെ അവരെ ബോർ അടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ ഇതിൻ്റെ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം എന്താണ്? ദിസ് ഇസ് ദ ഫസ്റ്റ് വീഡിയോ. നമ്മൾ രണ്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തു. ലൈക്ക് വാട്ട് ഡു വി മീൻ, ലൈക്ക് വൈ ആർ വി സ്റ്റാർട്ടിങ് ദിസ് പോഡ്കാസ്റ്റ്? സി ഐ തിങ്ക് നമുക്ക് ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ പല രീതിയിലുള്ള അതല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ആൾക്കാർ വന്ന് ജോലിക്ക് സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ പല ഇപ്പോൾ നമ്മൾ അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രെയിനേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്, നമ്മൾ റിസപ്ഷനിസ്റ്റിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ആൻഡ് മോർ ഓവർ നമ്മളുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് അറിയുന്ന ഫിറ്റ്നസ് നോളജ് ഇറ്റ്സ് എൻഡ്ലെസ് ആൻഡ് നോളജ് ഈസ് എൻഡ്ലെസ്. ലൈക്ക് എവറി ടൈം ഇറ്റ്സ് അപ്ഡേറ്റിംഗ് ഓൾസോ. സോ വട്ട് എവർ വി നോ, വട്ട് എവർ വി ആർ ലേണിംഗ്, വട്ട് വി ആർ എക്സ്പീരിയൻസിങ് നമുക്ക് നമ്മുടെ ഫ്രൻസുമായിട്ട് ഷെയർ ചെയ്യാം. ഗ്രേറ്റ്. അവർക്ക് അതിലൂടെ ഒരു എന്തെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ ഗൈഡൻസ് അതെ ഒരു ഗൈഡൻസ് കിട്ടാത്ത അറ്റ്ലീസ്റ്റ് ഫോർ മീ ലൈക്ക് ഐ സെഡ് ഐ ഡിഡ്ന്റ് നോ ദേർ ഈസ് എ കരിയർ. യെസ് അതേപോലെ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മളെ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഗ്രേറ്റ്. അതെ ഗ്രേറ്റ്. അപ്പോൾ ഇതൊരു വിജയമാവട്ടെ. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം. ഫസ്റ്റ് വീഡിയോ ആണ്, ചെറിയൊരു അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിച്ച് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഹെൽപ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. താങ്ക് യു.